ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. റിപ്പോ നിരക്ക് വീണ്ടും കുറച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക്. 0.25%, 0.25% കുറച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 6%. വായ്പാ നിക്ഷേപ പലിശ നിരക്ക് കുറയും എന്നുള്ളതാണ് പ്രത്യേകത. ജോയ്സ് ഡാനിയലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോയ്സ് ഡാനിയൽ, ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. റിസർവ് ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കുകൾ കടമെടുക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ കടമെടുക്കുന്നതിനെയാണ് നമ്മൾ റിപ്പോ എന്ന് പറയുന്നത്. അതിലുള്ള നിരക്കാണ്, റിപ്പോ നിരക്കിലാണ് വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ റിസർവ് ബാങ്കിന് അടയ്ക്കുന്നതിൽ 0.25% കുറച്ചു കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് നമ്മളെ പോലെയുള്ള ലോൺ എടുക്കുന്നവർക്ക്, വായ്പ എടുക്കുന്നവർക്ക് ഗുണകരമായി തീരുമല്ലേ? അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. ഏതായാലും ലോൺ എടുക്കുന്നവർക്ക് നേട്ടമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രതിസന്ധി അതൊക്കെ തന്നെ ലോക മാർക്കറ്റിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഓഹരിയിടവ് വളരെയധികം താഴോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഇന്ത്യ ഈ റിപ്പോ നിരക്കുകൾ വീണ്ടും കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. 25 ബേസിസ് പോയിന്റ് കുറച്ച് 6%ആക്കിയാണ് ഇപ്പോൾ റിപ്പോ റേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏപ്രിൽ 7 ആരംഭിച്ച് 3 ദിവസത്തെ ചർച്ചയ്ക്കൊടുവിലാണ് RBI റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. 0.25 പോയിന്റ് കുറച്ച് റിപ്പോ നിരക്ക് 6ലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ദ്വൈമാസ പണനയ പ്രഖ്യാപനം കൂടിയാണെന്ന് പറയേണ്ടി വരും. ഫെബ്രുവരിയിൽ 7 നടന്ന മുൻ യോഗത്തിൽ റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റുകൾ കുറച്ച് 6.2% ആക്കിയിരുന്നു. 2023 ഫെബ്രുവരിക്ക് ശേഷം ഇത് രണ്ടാം തവണയാണ് ഇത്രയും റിപ്പോ റേറ്റുകൾ വീണ്ടും കുറയ്ക്കുന്നത്. 2025 റിപ്പോ കുറയ്ക്കുന്നത് പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ആഗോള വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിന്റെയും ഒപ്പം തന്നെ ഈ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിന്റെയും സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ RBI ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ലോൺ എടുക്കുന്നവർക്കൊക്കെ തന്നെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് RBIയുടെ ഭാഗത്തുണ്ടാകുന്ന വിപണിയിലെ ചലനങ്ങളെ തുടർന്നാണ് ഇന്ത്യ ഇപ്പോൾ മുൻകരുതൽ എന്ന നിലയിൽ ഇന്നു മുതൽ ട്രംപിന്റെ പുതിയ പകരച്ചുങ്കത്തിന്റെ നിരക്ക് നിലവിൽ വരികയാണ്. പകരച്ചുങ്ക നിരക്ക് നിലവിൽ വരുന്നതോടുകൂടി വലിയ രീതിയിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ലോകത്തെ സാമ്പത്തിക ശക്തികൾ. ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നത്. ധാരാളം പണം വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ഭാഗമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കും, മാർക്കറ്റിലേക്ക് പണം എത്തിക്കുക, ഈ എക്കണോമിക് ആക്ടിവിറ്റി വളരെ ശക്തമാക്കുക എന്നുള്ളതാണ്. മണി സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ഈ റിപ്പോ നിരക്ക് കുറച്ചതുകൊണ്ട് സാധ്യമാകും. 0.25 പോയിന്റാണ് കുറച്ചിരിക്കുന്നത് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക്